നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാളിക്ക് ഇഷ്ടപ്പെട്ട ശബ്ദവിന്യാസത്തിന്റെ ഉടമ നജീം അർഷാദ്, അദ്ദേഹത്തോടൊപ്പം നജീബിന്റെ ഭാര്യ. നജീബിന്റെ ജീവിതത്തിലേക്കും സിനിമ ആലാപന രംഗത്തേക്കും നമ്മൾ ഈ എപ്പിസോഡിലും പ്രവേശിക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ക്ലാസിക്കലൊക്കെ പഠിപ്പിച്ചല്ലേ നിങ്ങൾ? ഇവരെ സംഗീതജ്ഞനാക്കണം എന്നുള്ളൊരു തീരുമാനമായിരുന്നു വാപ്പയുടെ ഉമ്മയുടെ? വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ഫിലിമിലൊക്കെ പാടുമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. സാധിച്ചില്ല, നടന്നില്ല. പക്ഷെ എൻ്റെ 3 മക്കളും പാടും. പക്ഷേ എൻ്റെ ഈ നജി, അവൻ്റെ പാട്ടിലൊരു പ്രത്യേകത ഞാൻ കണ്ട്. എന്ത് പ്രത്യേകതയാണ് ബാപ്പ കണ്ടിരിക്കുന്നത്? ഞാൻ ഏത് പാട്ട് പാടിയാലും അതിന് അവൻ മൂളും. ബാപ്പ ഒരു പാട്ട് മൂള് നോക്കട്ടെ. ഓക്കെ, ഒരു ജുഗൽബന്ദി എടുത്ത് നോക്കട്ടെ. റെഡി? 1 2 3. ഏത് മൂളിക്കോ? ओ दुनिया के रखवाले, सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले. ओ दुनिया के रखवाले, सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले. आशिक राशिक दो रंगों से दुनिया तूने सजाई, नैया संग तूफान किनारे मिलन के साथ जुदाई. जा देख लिया घर जाई, वो लुट गई मेरी प्यार की नगरी. अब तो नीर बहाले, अब तो नीर बहाले. वो अब तो नीर बहाले. ओ दुनिया के रखवाले. ഞാനേ ഉമ്മച്ചിയുടെ മുഖം നോക്കുകയാണ്. ഒന്നും കൂടി ബാപ്പയെ പ്രണയിക്കണം. ശരിക്കതല്ലായിരുന്നു മുഖത്തുള്ള ഭാവം? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അല്ല സാർ, അങ്ങനെയല്ല ഞാൻ നോക്കിയത്. അല്ല, അങ്ങനെ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇരുന്ന് കുഴപ്പമിക്കരുത്. ഈ ടോപ്പൊക്കെ വരുമ്പോ ഇനി അവിടെ പോവോ, വിട്ടുപോകുന്നുള്ള പേടി, ശബ്ദം മാറിപ്പോകുന്നുള്ള ആ ഒരു. പക്ഷെ എന്താ ഹൃദയത്തിൽ നിന്നുള്ള ശബ്ദം അതൊന്നും തെറ്റില്ല. എന്താ കാരണം വെച്ചാൽ ഇന്ന് മകന്റെ ഒരു ജീവിത വിജയത്തില് സംതൃപ്തിയും ആനന്ദവുമുള്ള ഒരു പിതാവിന്റെ ശബ്ദമാണ്. അല്ല, ഒരിക്കലും അത് മുറിയാൻ സാധ്യയില്ല. എന്നുവെച്ചാൽ അതിലൊരു സ്നേഹത്തിന്റെ ഒരു കണ്ണിയാണ്. ആ കണ്ണി ഒരിക്കലും അറ്റുപോകില്ല. അല്ലേ നജി? അച്ഛൻ്റെ മുമ്പിൽ ഒരു ബാപ്പയുടെ മുന്നിൽ ഒരു വെങ്ങലുമുണ്ട്. അതായത് എല്ലാവരും പറഞ്ഞു സിനിമയിൽ പാടും, പക്ഷേ ബാപ്പയ്ക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ പോലും ചരിത്രം നീതി പുലർത്തി. പിന്നീട് മകനിലൂടെ സിനിമയിൽ. ഹലോ സാർ, ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും എൻ്റെ മകൻ്റെ ഒരു പാട്ട് ഫിലിമിൽ പാടിയത് കേൾക്കണമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചു. എനിക്ക് 32 കൊല്ലത്തെ സർക്കാർ സർവീസുണ്ട്. ഞാൻ സൈക്കിളിലാണ് എൻ്റെ യാത്ര. ഞാൻ സൈക്കിളിൽ പോകുമ്പോൾ എല്ലാം ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സൈക്കിളിലെത്തും. പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എൻ്റെ മകൻ്റെ ഒരു പാട്ട് ഫിലിമിൽ പാടിയത് കേൾക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ധാരാളം സിനിമയിൽ പാടി. ഇതിൽ പരം ആൽബസംതൃപ്തി ഇത് വേറെ. നജീബേ, ഏത് പാട്ടാണ് നജീബ് ആദ്യ സിനിമയിൽ പാടിയത്? ഞാൻ ആദ്യം പാടിയത് മിഷൻ 90 മിഷൻ 90. വരട്ടെ ഒരാൾ. ബാപ്പയുടെ ആഗ്രഹം അവിടെയാണ് സഫലമാകുന്നത്. വരട്ടെ, അതിന് മുമ്പ് ഒരാൾ വരാനുണ്ട്. നജീബിനോട് ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, അത് പേഴ്സണലായിട്ട് ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ള പല വ്യക്തികളും അനുഭവിച്ചിട്ടുള്ള ഒരു ഫീലിംഗ്. പലപ്പോഴും പലർക്കും ഉയർന്ന ഉയരങ്ങളിൽ നിൽക്കുന്ന പലരും താന്നു കിടക്കുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊരവസ്ഥയിൽ ദൈവം അനുഗ്രഹിച്ചിട്ട് അങ്ങനെ വരാതിരിക്കട്ടെ എനിക്കെന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ സപ്പോസ് ഞാൻ അങ്ങനെ ഒരു ലെവലിൽ നിൽക്കുകയാണ്, നജീബിൻ്റെ ഒരു പാട്ടുകൊണ്ട്
നജീം അപ്പോഴത്തേക്കും ദാസേട്ടൻ്റെ ആ ഒരു ലെവലിലൊക്കെ നിൽക്കുന്ന പറഞ്ഞാൽ വിളിച്ചാൽ കിട്ടാത്തൊരു ലെവലിലൊക്കെ നജീം നിൽക്കുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നതെന്നും ആ സമയത്ത് എന്നെപ്പോലുള്ള ഒരാൾ നജീമിനെ വിളിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഒരു പാട്ടുണ്ടെങ്കിൽ ഈ പടത്തിനത് ഉപകാരമാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ യു ഡു ഇറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്? ഉറപ്പല്ലേ? സാറിന് എത്ര പാട്ട് വേണം? ഞാനൊന്നും അങ്ങനെ ഡിമാൻഡ് വെക്കാറില്ല ഒരു പാട്ടും. അങ്ങനെ അവർ തരുന്നത് എന്താണോ അത് തന്നെ സ്വീകരിക്കുകയുള്ളൂ. എന്നും സാറിനോട് തന്നെ എല്ലാവരും നജീമിന്റെ ഹൃദയത്തിലാണ് പിടിക്കുന്നത് അല്ലേ നജീവ്? പ്രശ്നമാക്കും അയ്യോ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫ് തന്നെ ഒരു സിനിമയുടെ ഒരു ഭയങ്കര ഒരു അംബീഷനായിരുന്നു മനസ്സിൽ. അത് സാക്ഷാത്കരിച്ചത് സാറിൻ്റെ ഈ പടത്തിലൂടെയാണ്. അത് തിയേറ്ററിൽ പോയി കാണുമ്പോൾ പോലും ഭയങ്കര എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും ഒരു ഹാപ്പിനെസ് ആയിരുന്നു. എൻ്റെ സിനിമയിൽ അന്നത്തെ സമയത്ത് ട്രാക്ക് സിംഗറൊന്നും ട്രാക്ക് തന്നെ ആയിരിക്കുള്ളൂ. 2007 കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല ഞാൻ പാടിയ പാട്ട് വരുമെന്നുള്ള. പലരും പാടിയ പാട്ടുമായിരുന്നു. തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കാണുന്ന സമയത്താണ് പേരെഴുതി കാണിക്കുന്നത് വോയിസ് ഓഫ് നജീം എന്ന്. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു സന്തോഷമുള്ള നിമിഷങ്ങളൊന്നായിരുന്നു അത്. എൻ്റെ ആ പാട്ടിന് അവസരം നിന്ന മേജർ രവിയാണ് ചോദിക്കുന്നത്, നജീമെ എൻ്റെ ജീവിതത്തിൽ ഒരു ഗ്രാഫ് താഴേക്ക് പോയി ഞാൻ നിർധനനായിരിക്കുമ്പോൾ നജീം വലിയ ഉയരത്തിലാണെങ്കിൽ പോലും എനിക്കൊരു പാട്ട് വേണമെന്ന് പറയുമ്പോൾ നജീം എനിക്ക് പാടിത്തരുമോ എന്ന് ചോദിച്ചു. ഒരു പാട്ടായിട്ട് ചോദിക്കരുത്, ആ പടത്തിൽ എല്ലാ പാട്ടും എന്നെ കൊണ്ട് പാടിക്കണം. എത്ര പാട്ടാണ് എല്ലാ പാട്ടും. നജീബ് ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള വേറെ മൂമെന്റ്സ് അടുത്തുണ്ടായിരുന്നില്ല അല്ലേ? ഇത്രത്തോളം വികാരം എല്ലാവരും നജീബിനെ ആകെ കുഴപ്പത്തിലാക്കാൻ. ആ സിനിമയില ഒരുപക്ഷെ ബാപ്പയുടെ ആഗ്രഹം 10-20 വർഷക്കാലം ബാപ്പ നടത്തിയ പ്രാർത്ഥനയുടെ പരിണതഫലമായിട്ട് ഒരു സിനിമയിൽ മകൻ പാടി കാണണം, കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം സഫലമാകുന്നതാണ്. ആ പാട്ടിനെ കൊണ്ട് പഠിപ്പിക്കട്ടെ? കൂടെ പാടുമോ നിങ്ങൾ? ഓക്കെ, ബാപ്പയും കൂടെ പാടണം കേട്ടോ. ഓക്കെ, റൈറ്റ്. മിഴിനീര് പൊഴിയുമ്പോഴും കരയില്ല ഞാൻ, കരനൊന്തു പിടയുമ്പോഴും തളരില്ല ഞാൻ, ഒരുകുന്നൊരീ മാനസം ഒഴിയണമീ ജീവിതം പ്രിയനാടിനാ, പ്രിയനാടിനായി ഉണരേണമേ ഉയരേകുവാൻ, മിഴിനീര് പൊഴിയുമ്പോഴും കരയില്ല ഞാൻ, കരനൊന്തു പിടയുമ്പോഴും തളരില്ല ഞാൻ. ഈ പാട്ട് സിനിമയിൽ വന്ന് ആ സിനിമ പോയി കണ്ടപ്പോൾ എന്ത് തോന്നി ബാപ്പ? കരഞ്ഞോ? അത് എനിക്ക് പറയാൻ ഒക്കില്ല സാർ. അത്രമാത്രം എനിക്ക് ആ സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു സാർ. അത്ര എൻ്റെ മോൻ്റെ പേര് ആദ്യമായിട്ട് എഴുതി കാണിച്ച ആ ഒരു ഇത് എനിക്ക് അത്ര സന്തോഷമായിരുന്നു. സങ്കടം വന്നു, കരഞ്ഞുപോയി. സന്തോഷം കൊണ്ടാണ് സാർ. അന്ന് എൻ്റെ റിയാലിറ്റി ഷോ മത്സരിക്കുന്ന കാലമായിരുന്നു അന്ന് ആദ്യം. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അത് പാട്ടിങ്ങനെ വന്നപ്പോൾ സന്തോഷം തന്നെയാണ്. അതിൽ കൂടെ നമുക്ക് ഭയങ്കര വിഷമമൊന്നല്ല, സന്തോഷം കൊണ്ടുള്ള കണ്ണീരുണ്ടായി. ആനന്ദാശ്രു. അതെ അതെ. മേജർ രവി സാറിനോട് ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങൾ അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. അന്ന് ഐഡിയ സ്റ്റാർ സിംഗറിൽ മിന്നിത്തിളങ്ങിക്കൊണ്ടിരുന്ന സമയം ആണ് അല്ലേ? അതെ അതെ അതെ. ആ ടൈം അതിന് മുമ്പായിരുന്നു എനിക്ക് പാടിയത്. അന്ന് കൈരളിയുടെ ഗന്ധർവ സംഗീതത്തിൽ വന്ന് പുറത്തായി. പക്ഷെ എല്ലാ റിയാലിറ്റി ഷോകളിലും ഒരുപക്ഷെ ചാനലുകളുടെ ഒരു ഉൽപ്പന്നമാണ് നജീബ്. അന്ന് ബാപ്പ പാടിയ സമയത്ത് ചാനലുകൾ ഇല്ലായിരുന്നുകൊണ്ടാണ് ബാപ്പയ്ക്ക് സിനിമ വരാൻ പറ്റായിരുന്നത് അല്ലേ? ഈ നജീബ് ഇങ്ങനെ ഈ ചാനലുകളിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു, സ്റ്റേജ് ഷോസിലൊക്കെ ഇങ്ങനെ തിളങ്ങുന്നു, ചുവടൊക്കെ വെച്ചിട്ട് പാടുന്നു. ലാലേട്ടനെ പോലെ ഒന്ന് ചെരിഞ്ഞിട്ടൊക്കെയാണല്ലോ നജീബ് നിൽക്കുന്നത്, അങ്ങനെയല്ലേ? അല്ലേ? ഒരു ചെരുവില്ലേ? ഒരു മോഹൻലാലിന്റെ ഒരു ചെരുവുണ്ട്. മോഹൻലാലിന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാനും അവനറിയാം.
എടുക്ക്, ബൈക്ക് എടുക്ക്. എന്താണ് മോളെ ദിനേശ, നിനക്ക് സുഖാണോ? അയ്യോ, പക്ഷേ ഈ നജീബേ, എടോ കിക്കി, നീ വിചാരിക്കുന്നേക്കാളും വലിയ പ്രതിഭാസമായത് നജീബ്. ഇവിടെ ഒന്നും നിൽക്കില്ല. ഞാൻ വേറെ രംഗം കാണിച്ചു തരാം, വരട്ടെ. രണ്ട് മുദ്ര കാണിച്ച് വേണ്ടത്. ഓക്കെ, റെഡി, 1 2 ഓക്കെ. മുഖം മുഖം വേണ്ട, അത് ചായ ഇടണം, അതിൽ പച്ച ചായ ഒക്കെ ഇട്ടിട്ടല്ലേ. അങ്ങനെ വലിയൊരു പ്രതിഭാസമാണത്. ഈ വലിയൊരു പ്രതിഭാസത്തെയാണ് കിക്കിയുടെ കയ്യിലേക്ക് ഇട്ടേക്കുന്നത്. ഒരു ചെറിയൊരു അമ്പരപ്പുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. ഇപ്പം സത്യം പറഞ്ഞ നീ ഈ ആതിരാതിലേക്ക് കഴിഞ്ഞെങ്കിൽ പോലും ഇത്രത്തിൽ ഇത് ഈ രൂപത്തിലുള്ള ഒരാളാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നില്ല അല്ലേ? ഈ JB ജംഗ്ഷനിൽ വന്നിരുന്നപ്പോഴല്ലേ ഇപ്പൊ സംഭവം മനസ്സിലായത്? ഇതൊക്കെ അറിയാമായിരുന്നു ഇതിന്റെ ഒരു ചെറുതായിട്ട് കണ്ടോ? അതായത് സ്വന്തം ഭർത്താവിനെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി JB ജംഗ്ഷനിൽ വരേണ്ട വന്നു ഈ കുട്ടിക്ക്. രണ്ടാമത്തെ ദിവസം ഞാൻ തുള്ളല് കളിച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ ആ തുള്ളൽ എന്താന്നുള്ള കാര്യം ആ കുട്ടിയെ തട്ടവിട്ട് മറച്ചപ്പോ എനിക്ക് മനസ്സിലാക്കി. ബാപ്പ ഒന്നും പേടിക്കണ്ട, ബാപ്പ കാണിച്ച തുള്ളലിന്റെ ഒന്ന് പകുതി പോലും കാണിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഏറെക്കുറെ ഇവനെ ഇപ്പൊ മനസ്സിലായി തുടങ്ങിയിട്ടില്ലേ? ഒരരികും മുറിയെല്ലാം കഴിഞ്ഞപ്പോ നമ്മൾ അങ്ങോട്ട് എത്തുകയാണ്. ഇത് വലിയൊരു പ്രതിഭാസമാണ്. പക്ഷെ ഈ പ്രതിഭാസത്തെ ടെലിവിഷനിലും അല്ലെങ്കിൽ സ്റ്റേജിലൊക്കെ കാണുമ്പോൾ എന്ന് മുതലാണ് ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത്? വെൻ ആ മോമെന്റ് എന്തായിരുന്നു? എത്ര വർഷം മുമ്പാണ്? എപ്പോഴാണ്? ഓ ദിൽറുബ എന്ന് പറഞ്ഞ പാട്ട് പാടിയിരുന്നു ഐഡിയ സ്റ്റാർ സിംഗറില് 2007. അന്ന് ഈ കുട്ടി 5ാം ക്ലാസ്സിലായിരുന്നോ? എത്ര ക്ലാസ്സിലായിരുന്നു? ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ കറക്റ്റ് എന്താ വെച്ചാൽ ഉമ്മ 8 വയസ്സുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബാപ്പ പ്രണയിച്ചു തുടങ്ങിയത് എന്ന് പറഞ്ഞാല്. അപ്പൊ 2006. അപ്പൊ അങ്ങനല്ല, 2007 ആ പാട്ട് നല്ലായിരുന്നു. 2007 എന്ന് പറഞ്ഞാൽ 7 വർഷം മുമ്പ്. 21 14ാമത്തെ വയസ്സിലാണ് നജീം ഇർഷാദ് എന്ന് പറഞ്ഞ ഈ സുമകനായ ചെറുപ്പക്കാരന്റെ മുഖം ഈ തസ്നിയുടെ മനസ്സിൽ പതിഞ്ഞത്. ഒരു നീണ്ട പ്രണയം ഉണ്ടായിരുന്നു, നിശബ്ദ പ്രണയം. ഇതാണ് നിശബ്ദ പ്രണയം എന്ന് പറയുന്നത് അല്ലേ? 10 വർഷം നിശബ്ദ പ്രണയം എന്ന് പറയുന്നത്. ഏറെക്കുറെ ബാപ്പയോട് മക്കൾ കോമ്പീറ്റ് ചെയ്തു കേട്ടോ. ഏറെക്കുറെ അല്ല, ബാപ്പ 10 വർഷം മനസ്സിലാണ്. 10 വർഷം മനസ്സിൽ. അത് 10, ഇവിടെ 7 ഉള്ളൂ. ഇവിടെ 7. ഏറെക്കുറെ എത്തി. ആ പാട്ടാണല്ലോ അല്ലേ യഥാർത്ഥത്തില് തസ്നിയുടെ മനസ്സിലേക്ക് നജീബിനെ കൊണ്ടുവന്നു. ആ പാട്ട് തസ്നി മൂളുവോ? ഏത് പാട്ട്? ഒരു ബൈക്ക് കൊടുത്തു, ഒരു ചെറിയ ഇഷ്ടമുള്ള ഒരു പാട്ട് എല്ലാരും കൂടെ ഒന്ന് ബാപ്പയും ഉമ്മയുടെ ആഗ്രഹമല്ലേ? പൂവാരിത്തുമ്പി ആട് ആട് നീ ആടാട്, നക്ഷത്രപ്പൂവേ നവരാത്രി പൂവേ പൂഞ്ചോലാട് നീ ആടാട്. ഇത് കേട്ട യഥാർത്ഥത്തിൽ ആടി പോവും കേട്ടോ. അപ്പം അന്ന് തസ്നിയുടെ മനസ്സിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നജീമിനെ സഹായിച്ച ആ പാട്ട് വരട്ടെ. അപ്പൊ അവളെ ആ 7 വർഷം പിന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ കേട്ടോ. പെട്ടെന്ന് നോക്കിക്കോണം, അങ്ങോട്ട് പോയിക്കോണം. ഓക്കെ, പാടാം. ഇനി സംഗമോത്സവം, ഇനി സംഗമോത്സവം, നിന്റെ അഴകിലെ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണു ഞാൻ. ഓ ദിൽറുബ, ഇനി സംഗമോത്സവം, ഓ ദിൽറുബ, ഇനി സംഗമോത്സവം.
യഥാർത്ഥത്തിൽ പ്രാണസഖിയെ കിട്ടിയ ഒരു പാട്ടായിരുന്നു അത്. പക്ഷെ അന്ന് പാടുമ്പോഴൊന്നും നജീബ് ഇങ്ങനെ ഒരാളിങ്ങനെ ദൂരെ നിന്നുകൊണ്ട് ഈ പാട്ട് മനസ്സിലേക്ക് ആവാഹിക്കുന്ന കാര്യമൊന്നും ഓർത്തിരുന്നില്ല അല്ലേ? ഇല്ലില്ല, അറിയാൻ പറ്റില്ല. മറ്റു പല ആൾക്കാരാണ് SMS അയച്ചത്. ഇവിടെ കുട്ടി SMS അയച്ചിട്ടുമില്ല. ഇല്ല, SMS അയക്കാൻ തോന്നിയിട്ടില്ല നേരം. ഒരു പാട്ടിന് അയച്ചിട്ടുണ്ട്, വേറൊരു അയച്ചിട്ടുണ്ട്. നാട്ടുകാരെ കൊണ്ടല്ല SMS അയപ്പിച്ചോ? ഇല്ല, വീട്ടിൽ നിന്ന് മാത്രം. വീട്ടിൽ നിന്ന് ഉമ്മച്ചി അയച്ചിട്ടുണ്ട്, ഉമ്മച്ചിയുടെ അനിയത്തി, അങ്ങനെ അയച്ചിട്ടുണ്ട്. ഇവൻ മോശക്കാരിയല്ല കേട്ടാ. ഇപ്പോൾ ധാരാളം സിനിമയിൽ പാടി വരുന്നു. ഒരു ഗുരു എന്ന നിലയ്ക്ക് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനാണ്. രണ്ടാമതായി നജീം അർഷാദ് ചില പാട്ടുകൾ പാടുമ്പോൾ ഞാനും ഫോണിൽ ബന്ധപ്പെടുകയും അതങ്ങനെ പാടിയാൽ പോരാ, കുറച്ചുകൂടെ തുറന്ന വോയിസിൽ പാടാൻ ശ്രമിക്കണം എന്ന് പറയുമ്പോൾ നജീം അർഷാദ് പറഞ്ഞ ഒരു മറുപടി ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അത് മ്യൂസിക് ഡയറക്ടേഴ്സ് എന്താണ് പാടാൻ പറയുന്നത്, അവർ ഹസ്കി വോയിസിൽ പാടാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ പാടേണ്ട ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. തുറന്ന് പാടിയാൽ ചില ഗാനങ്ങൾ തുറന്ന് പാടാനും പറയും. അപ്പോൾ അവർ പറയുന്നതിനനുസരിച്ചിട്ടേ സാറേ എനിക്ക് പാടാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറയും ചെയ്തു. പിന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളോടും ഒരു സ്റ്റേജിൽ പാടാൻ കയറുമ്പോഴും ആ പുള്ളിയുടെ ആ ചിരിയും വിനയവും എന്നെ അത്യധികം ആകർഷിച്ചിട്ടുണ്ട്. ഒരുപാട് കാലം പാട്ട് പഠിപ്പിച്ചോ? അത് ഞാൻ 6th സ്റ്റാൻഡേർഡിലാണ് സാറിൻ്റെ അടുത്ത് പഠിക്കുന്നത്. ഉമ്മയാണ് ആദ്യത്തെ ഗുരു. ബാലപാഠങ്ങളൊക്കെ ഉമ്മ പഠിപ്പിച്ചു തന്നു. പിന്നെ അത് പഠിത്തം സീരിയസ് ആയിട്ട് പോവില്ല ഉമ്മ കഴിഞ്ഞാലും. അപ്പോൾ പിന്നെ ഉമ്മ തന്നെ അക്കാഡമിയിലെ പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ സീരിയസ് ആയിട്ട് പഠിപ്പിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. കാരണം ഞാനിപ്പം 10-16 വർഷമായി അത് സീരിയസ് ആയിട്ട് പഠിച്ചിട്ട്. അത്രയും കൊല്ലങ്ങളായി. പിന്നെ മ്യൂസിക് കോളേജിലോട്ട് ചേർന്നു. +2 കഴിഞ്ഞ് അവിടെ കുറേ ഗുരുക്കന്മാരെ കിട്ടി. അങ്ങനെയാണ്. ജീവൻ്റെ ഒരു സംഗീത യാത്ര, അതായത് ഒരുപക്ഷെ വളരെ ചെറിയ വയസ്സിൽ ശ്രദ്ധിക്കപ്പെട്ടു. ടെലിവിഷൻ്റെ അതിപ്രസരത്തിൽ ഒരുപാട് ആൾക്കാരുടെ മനസ്സിലേക്ക്, തസ്നിയുടെ ഉൾപ്പെടെ മനസ്സിലേക്ക് നജീം പ്രവേശിക്കുന്നു. അതോടൊപ്പം തന്നെ സംഗീതത്തെ വളരെ ഗൗരവമായി കാണുന്ന സംഗീത സംവിധായകന്മാരുടെ മനസ്സിലും നജീം ഒരു പ്രതിഭാസമായി മാറുന്നു. അങ്ങനെ വളരെ ചെറിയ കാലത്ത് തന്നെ നജീബിന് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. വേണമെങ്കിൽ ഒരാളെ ഞാൻ കൊണ്ടുവരാം, വരട്ടെ ഒരാൾ. ഏതാണ്ട് 9 വർഷം മുമ്പ് എൻ്റെ ചെമ്പട എന്ന് പറഞ്ഞ സിനിമയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അതിലൊരു പുതിയ പാട്ട് കമ്പോസ് ചെയ്യുന്നു. ഞാൻ സംഗീത സംവിധായകനായിട്ട് കടന്നു വരുന്നു. അപ്പോൾ ആ പാട്ട് കേട്ട പലരും, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കോഴിക്കോടുള്ള സ്വദേശി സക്കീർ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ് എന്നോട് ആദ്യമായി ഒരു പുതിയ ആളിത് പാടിയാൽ നന്നായിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെയാണ് നജീബിനെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. ഞാൻ നിൻ്റെ പാട്ട് അതുവരെ കേട്ടിട്ടില്ല. ഞങ്ങൾ കൺസോളിൽ ഇരിക്കുമ്പോൾ നിൻ്റെ ശബ്ദം എൻ്റെ പ്രണയത്തിൻ താജ്മഹൽ എന്നുള്ള ആ ആദ്യത്തെ വരികൾ നീ പാടുമ്പോൾ ആ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു നിൻ്റെ ശബ്ദത്തിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ചത്. എന്തോ ഒരു തരം മാന്ത്രികത നിൻ്റെ ശബ്ദത്തിനുണ്ടെന്ന് അന്ന് തിരിച്ചറിയുകയും ആ നിമിഷം തന്നെ നജീം തന്നെ ആ പാട്ട് പാടാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ഉറപ്പായും ഞാൻ എപ്പോഴും നിന്നോട് പറയാറുള്ള കാര്യം, ദൈവം തൻ്റെ മാന്ത്രിക വിരലുകൾ നൽകിയ AR റഹ്മാനെ പോലുള്ള ആളുകളുടെ കയ്യിൽ നീ എത്തുന്ന നിമിഷം ഞാൻ സ്വപ്നം കാണുന്നു. നിൻ്റെ ഒരു വലിയ ഭാവി ഞാൻ സ്വപ്നം കാണുന്നു. ഇടയ്ക്കിണങ്ങിയും പിണങ്ങിയും ഒക്കെ നമ്മൾ ഒരുപാട് കാലം ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ നിൻ്റെ നന്മ എന്നും ഞാൻ മനസ്സ് സൂക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നജിയുടെ പ്രാണപ്രേയസിക്കും ഒപ്പം നിന്നെ സ്നേഹിക്കുന്ന നിൻ്റെ മാതാപിതാക്കൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു തരട്ടെ എന്ന് ആശംസിക്കുന്നു. ചെമ്പടയിലെ ഒരുപക്ഷെ പ്രണയഗാനമായതുകൊണ്ടായിരിക്കും നജീബിന് അത്രത്തോളം ഭാവം വന്നല്ലേ? പിന്നെ ഒരു ശബ്ദത്തിന്റെ ഒരു പ്രണയഗാനം പാടുമ്പോൾ ഒരു പ്രത്യേക വൈഭവം, വൈദഗ്ധ്യം നജീബിനുണ്ടല്ലേ? അല്ല, അങ്ങനെയല്ല. കാരണം അത് പാരമ്പര്യമായി കിട്ടിയത് പാരമ്പര്യം അവിടെ നിന്നാണല്ലോ. പിന്നെ ചെറുതിൽ ഞാൻ ലൈറ്റ് മ്യൂസിക് ആണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പം സമ്മാനങ്ങളൊക്കെ അതിനാണ് കൂടുതലും കിട്ടിയിരുന്നത്. അപ്പോൾ ലൈറ്റ് മ്യൂസിക് ആയാലും വളരെ ലൈറ്റായിട്ട് വളരെ ഭാവത്തോടു കൂടി പാടുന്നതാണ് ലളിതഗാനം. അതുപോലെ ഒരു പാടാൻ പറ്റിയ ഒരു വിഭാഗത്തിൽപ്പെട്ട പാട്ടുകളാണ് ഈ പ്രണയഗാനം. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അത്. അല്ല, അവള് തെറ്റിയിരിക്കൊന്നുമില്ല, പേടിക്കണ്ട. ഒരു മുൻകൂർ ജാമ്യം പോലെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പേടിക്കരുത് കേട്ടോ, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ
വന്നു ചേർന്നൊരു വനശലഭമേ എൻ്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ എൻ്റെ യമുനതൻ തീരങ്ങളിൽ എൻ്റെ യമുനതൻ തീരങ്ങളിൽ അറിയാതെ കേഴുന്ന വേഴാമ്പലേ എൻ്റെ പ്രണയത്തിൻ എൻ്റെ പ്രണയത്തിൻ എൻ്റെ പ്രണയത്തിൻ എൻ്റെ പ്രണയത്തിൻ. അജീവേ, ഒരു സിനിമയില് ഇവളാണ് നായികയാണെന്ന് സങ്കല്പിച്ചിട്ട് ആ പാട്ട് പാടുവാണ് എങ്ങനെ വരുമായിരുന്നു? അത് അത് ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. വരട്ടെ. ഹായ് നജി, ഹായ് തസ്നി, രണ്ടുപേർക്കും എൻ്റെ ഒരുപാട് ആശംസകൾ. നജീനെ കുറിച്ച് പറയുമ്പോൾ നജി നല്ല ഗായകനാണ്, അതിനേക്കാളുപരി ചെറിയൊരു നടനുമാണ്. അത് ജീവിതത്തിലല്ല, എൻ്റെ ഒരു സിനിമയിലും ഒരു പരമ്പരയും പുള്ളി ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അധികം ആർക്കും അറിയില്ലെങ്കിലും. പക്ഷേ നജിയുടെ ജീവിതത്തിൽ നജി കാണിക്കുന്ന ഈ വിനയവും ഈ പെരുമാറ്റവും ഒക്കെ വളരെ സത്യസന്ധമാണ്. അതാണ് എനിക്ക് നജിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഫീല്. എനിക്ക് വേറൊരു കാര്യം കൂടി അറിയാനുണ്ട്. എൻ്റെ അടുത്ത കുറേ സുഹൃത്തുക്കളൊക്കെ ഈ വിവാഹത്തിന് മുമ്പ് അവരുടെ അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് ഭയങ്കര അടുപ്പമായിരിക്കും. അതായത് 24 മണിക്കൂർ ഫോൺ ചെയ്യുക, കൂടെ എടുക്കുക, അങ്ങനെ അടുത്ത കുറേ സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അവരിൽ ചിലരൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് ആ വിളികളൊക്കെ സ്വന്തം ഭാര്യയോടായിരുന്നു. അപ്പോൾ അത് സ്നേഹക്കുറവുകൊണ്ടായിരിക്കില്ലായിരിക്കും, പക്ഷേ അതും വേണം. എങ്കിലും നജിയുടെ ജീവിതത്തിൽ അങ്ങനെ വല്ലതും ആണോ, അതോ അത് തന്നെ ഒരേപോലെ രണ്ടുപേരെയും കൊണ്ടുപോകും? ഇവൻ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനിടയ്ക്ക് നജീം അഭിനേതാവും കൂടിയായിരുന്നു. ഇവിടെ ഞാൻ ചേട്ടന്റെ പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കഥ എന്ന് പറഞ്ഞിട്ട് ആസിഫ് അലി നായകനായിട്ടുള്ള. അപ്പോ ഞാൻ പാടിയത് പാട്ട് വഴിയുള്ള. ഏത് പാട്ടാ പാടിയത്? അത് 2 സോങ് ഉണ്ട്. വെറുതെ പഠിച്ചു 2 പേര്. പതിയെ സന്ധ്യരാവിൽ മാറിൽ ചായവേ. അപ്പൊ എങ്ങനെ ചേട്ടൻ പറഞ്ഞു എന്തെങ്കിലും നമുക്ക് വാഗമണ്ണൊരു ഷൂട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റെ കൂടെ വന്ന് വരാനായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ഞാൻ ആ ഒരു ഇതിലാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് കുറച്ച് ഡയലോഗ് പറഞ്ഞു തന്നിട്ട് ഇത് നീ പറയണോ. ഭയങ്കര സർപ്രൈസ് ആയിപ്പോ. ഞാൻ പറഞ്ഞ ചേട്ടാ എനിക്ക് പറ്റാത്ത പരിപാടിയാണ്, നല്ലതായിട്ട് ഷൂട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പടമാണ്, ഇനി ഇത് എന്റെ മുഖം കൂടെ കാണിച്ചിട്ട് വെറുതെ എന്തിനാണ്. പക്ഷെ ചേട്ടൻ പറഞ്ഞ കുഴപ്പമില്ല, നിനക്ക് പറ്റും. അങ്ങനെ ഞാൻ ചെയ്തു പോയത് ഒരു സിനിമ, ചെയ്തു പോയൊരു പാതകമാണ് അത്. പാതകം അത് ഡെഫിനറ്റ്ലി ഉമ്മയും നമ്മളെല്ലാരും എണ്ണം കുറഞ്ഞു. ഉമ്മ കോളിൽ ഉമ്മ എപ്പോഴും ഉണ്ടല്ലോ കൂടെ. പിന്നെന്താണ്, ചില ആൾക്കാർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളെ അങ്ങോട്ട് ചെറുതായിട്ട് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കിക്കിയാണ്. ഉമ്മ എപ്പോഴും വേണം കൂടെ, എപ്പോഴും നമ്മൾ. അറിയോ, ഈ മെസ്സേജുകൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സുരക്ഷാ വലയം നജീബിന്റെ ചുറ്റും തീർക്കാൻ ഉമ്മയും ബാപ്പയും കൂടെ ഉണ്ടായാലേ പറ്റുള്ളൂ. ഇവിടെ ഒറ്റയ്ക്ക് വിചാരിച്ച ചിലപ്പോൾ തടയാൻ പറ്റില്ല. ഇല്ല സാർ, ഇടയ്ക്ക് ഞാനിങ്ങനെ ഇനിയിപ്പം മോള് വന്നല്ല മോന് കൂട്ടിന്, അപ്പൊ ഇനി ഞാനങ്ങ് പോയിട്ട് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും വന്നാൽ പോരെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഇല്ല ഉമ്മച്ചി പോകണ്ട, ഉമ്മച്ചി കൂടെ തന്നെ നിൽക്കണമെന്ന് ഇപ്പോഴും കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞു. ഇവിടെ പറഞ്ഞല്ലേ മെസ്സേജ് എത്രയും വരുന്നത് ആൻഡ്രെ വെച്ച് പിടിക്കട്ടെ ഇത് മുഴുവൻ. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളുമെൻ കളിത്തോഴി നീ, മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗം. ദിഗുദാനാദീം താന ദിഗുദാനാദീം താന ദിഗുദാനാദീം താന. ഒരുപാട് പേരുടെ ചുണ്ട് കത്തിക്കളിച്ചൊരു പാട്ടാണ് ഇത്. വളരെ എന്താ പറയുക, ഒരു ഹിറ്റ് എന്ന നിലയിലേക്ക് ഉയർന്നൊരു പാട്ടാണ് ട്രിവാൻഡ്രം ലോഡ്ജ്. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ നീ? കണ്ണിലും കാതിലൊക്കെ എന്തൊക്കെ പറഞ്ഞ് കേട്ടോ?
ശരിക്കും ഈ പാട്ട് പാടിയോ പിന്നീട്? ഇത് നജീം അർഷാദ് പാടിയതാണ്. ഞാൻ 7 വർഷം മുമ്പ് ഇങ്ങനെ മനസ്സിലേക്ക് ഒപ്പിയെടുത്ത ആളുടെ പാട്ടാണെന്നൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ വെച്ചാൽ പാട്ട് ഇഷ്ടമായിരുന്നു. ആ പാട്ട് നജീബിന്റെ എന്നുള്ള കാര്യം അറിയായിരുന്നോ? അറിയായിരുന്നു. ഇവളൊക്കെ എല്ലാം അറിയാമായിരുന്നു. ഒന്നും പുറത്തു വിടുന്നില്ല, പയ്യെ പയ്യെ വിടുന്നു. എന്നുവെച്ചാൽ എന്താ കാരണം, ചിലപ്പോൾ പുറത്തു വിട്ട് കഴിഞ്ഞാൽ നജീം വിചാരിക്കും അത് ശരി, അങ്ങനെ വീര്യം കളയണ്ട, ആ ഡിമാൻഡ് കളയരുത് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. എപ്പോഴും പാടി ഇയാൾ പാട്ടുകാരൻ തന്നെയാണെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. ഏത് പാട്ടുകാരൻ? നജീബ് 2-3 തവണ കേട്ടതിന് ശേഷമാണ് 2-3 തവണ കേട്ടതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഫസ്റ്റ് തവണ കേൾക്കുമ്പോൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ വോയിസ് നമ്മൾ കുറച്ചും കൂടി, എനിക്ക് ആദ്യം ഒന്നും അത്ര അറിഞ്ഞൂടല്ലോ, ഇപ്പൊ പക്ഷേ വോയിസ് കേട്ടാ മനസ്സിലാവും. അപ്പൊ ഇത് നജീബിന്റെ ആണോ എന്ന് അറിയാൻ വേണ്ടി 2-3 വട്ടം വീണ്ടും കേട്ടു നോക്കി അല്ലേ? പാട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് കള്ളത്തിരക്കണ്ട. എന്റെ ഉമ്മച്ചി ആള് ഭയങ്കരയായിട്ടാ. അതായത് 3 പ്രാവശ്യം കേട്ടു നജീബിന്റെ ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട്. 4ാമത്തെ കേൾവിക്ക് മനസ്സിലായി ഇത് ഇവന്റെ തന്നെയാണോ അല്ലേ? 4ാമത്തെ അല്ലേ? 3-4 തവണ കേട്ടു. 4 തവണ കേട്ടു. നജീബ് വരട്ടെ ഒരാൾ. നജീബിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് നജീം അർഷാദ്. എനിക്ക് ഈ പുതിയ നിര ഗായകരുടെ ഇടയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഗായകനാണ്. നജീമിൻ്റെ സിംഗിങ് സ്റ്റൈൽ എനിക്കിഷ്ടമാണ്, ശബ്ദം ഇഷ്ടമാണ്. സർവോപരി ഒരു വ്യക്തി എന്നുള്ള നിലയിലും വളരെ ഇഷ്ടമാണ്. വളരെ വിനയാന്വിതനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. നല്ല സ്നേഹം തോന്നുന്ന ചെറുപ്പക്കാരനാണ്. എൻ്റെ 4-5 സിനിമകളിൽ നജീം പാടിയിട്ടുണ്ട്. എല്ലാം നല്ല പാട്ടുകളായിരുന്നു. ഡയമണ്ട് നെക്ലസിലെയും അയാളും ഞാനും തമ്മിലും എമ്മാനുവലിലും ഒക്കെ നജീം പാടിയിട്ടുണ്ട്. വിക്രമാദിത്യനിൽ പാടിയിട്ടുണ്ട്. എല്ലാം നല്ല പാട്ടുകളായിരുന്നു. നജീമിൻ്റെ വിവാഹം ഈ അടുത്ത് കഴിഞ്ഞു. പുതിയ ജീവിതത്തിലും നജീം വിജയിക്കട്ടെ, ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാവട്ടെ. ഗായകൻ എന്നുള്ള നിലയിൽ ഒരുപാട് ദൂരം ഇനിയും സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകാൻ നജീബിന് കഴിയട്ടെ. സാറിനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ലൈഫ് തന്നെ ഒരു കരിയർ ബ്രേക്ക് ആയിട്ടുള്ളൊരു സോങ് ആയിരുന്നു തൊട്ടു തൊട്ടു എന്നുള്ള പാട്ട്. അത് ആക്ച്വലി ഞാൻ വിദ്യാസാഗർ സാറ് വളരെ അപ്രതീക്ഷിതമായൊരു സമയത്താണ് എന്നെ വിളിക്കുന്നത് പാടാനായിട്ട്. അങ്ങനെ ചെന്നൈ പോയി പാടി. ഡയമണ്ട് നെക്ലസ്. അതിനു മുമ്പേ ഞാൻ സിനിമയിൽ പാടിയിട്ടുണ്ടെങ്കിലും അങ്ങനെ വലിയൊരു ബിഗ് പ്രോജക്റ്റിന്റെ ഒരു ഭാഗം, വലിയൊരു ഹിറ്റായ ഒരു സിനിമയിൽ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടില്ല. പിന്നെ ഈ പാട്ട് എന്നെ കൂടെ വേറൊരാളും പാടിയിട്ടുണ്ട് എന്ന് ഞാൻ പിന്നെ അറിഞ്ഞത്. അപ്പോൾ ആ 2 വോയിസും കേട്ടിട്ട് സാറാണ് എൻ്റെ സെലക്ട് ചെയ്തത്, എൻ്റെ വോയിസ് സെലക്ട് ചെയ്തത്. ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടല്ല, പക്ഷെ അതുകൊണ്ട് ആണ് എനിക്ക് പിന്നെയുള്ള എൻ്റെ ലൈഫ് എന്നെ മാറി മറിഞ്ഞത്. എൻ്റെ എത്രയോ പടങ്ങൾ ഞാൻ പിന്നെ എനിക്ക് എൻ്റെ പേരിൽ കുറേ പാട്ടുകൾ എനിക്ക് ചേർക്കാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാൻ സാറിൻ്റെ അടുത്ത് ആ ഒരു നന്ദിയും സ്നേഹമൊക്കെ ഉണ്ടാവും എപ്പോഴും. അതാണ്. പിന്നെ എന്തോരം സാറിന് പിന്നെയുള്ള പടങ്ങളൊക്കെ സാറെന്നെ വിളിച്ചു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അയാളും ഞാനും തമ്മിലുള്ളൊരു ബ്യൂട്ടിഫുൾ സോങ് എനിക്ക് തന്നു, ഒരു ടൈറ്റിൽ സോങ്. പിന്നെ അതുപോലെ പുള്ളിപ്പുലി ആട്ടിൻകുട്ടി, അതിൽ സുജാത ചേച്ചിയോടൊപ്പം ഒരു നല്ലൊരു സോങ്, ഡുവേറ്റ് സോങ്. അതുപോലെ ഇമ്മാനുവൽ അഫ്സൽ യൂസഫ് ഖാൻ്റെ മനത്തുദിച്ചത്, പിന്നെ വിക്രമാദിത്യനിലെ മഴനിലാക്കുളിരുമ, അങ്ങനെ നജീബിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുവർണ്ണ ഗീതങ്ങൾ എന്ന് പറയാവുന്ന ആ പാട്ടുകളൊക്കെ നമുക്ക് ഒരുപക്ഷെ ലാൽ ജോസിനോടുള്ള ഒരു ആദരവ് പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ പാടേണ്ടിയിരിക്കുന്നു. ലാലുവിന് അതൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം വെച്ചാൽ ലാലു അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി വന്നുകൊണ്ട് നജീബിന് എല്ലാവിധ അനുഗ്രഹാശംസകളും നേർന്നത്. മാത്രമല്ല നജീബിൻ്റെ സ്വഭാവ വിശേഷങ്ങളൊക്കെ ലാലുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വിനയമുണ്ട് വല്ലാതെ. ഇതൊരു കപട വിനയമാണോ എന്നൊക്കെ അല്ല യഥാർത്ഥത്തിൽ. സാധാരണ ഈ തലമുറയിലെ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ഒരു വിനയം ഉണ്ടാകാറില്ലെന്ന് ആൾക്കാർ പറഞ്ഞു. ഇതെങ്ങനെ ഈ വിനയം ഉണ്ടായത്? വിനയം എന്തെങ്കിലും ചെറുപ്പകാലത്ത് മറ്റേ മുലപ്പാലിൽ വല്ല വിനയം കറക്കിയിരുന്നോ? അങ്ങനെയല്ല സാർ, എനിക്കും അത് തോന്നിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, സാധാരണ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെ പാരൻസിൻ്റെ എന്തെങ്കിലും ഒരു വഴക്ക് കേൾക്കുക, അല്ലെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കാതെ നമ്മളൊരു കുഞ്ഞടി കൊടുക്കുക, ഇതൊക്കെ സ്വാഭാവികമാണ്. മറ്റു 2 മക്കൾക്കും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, 2 മക്കളും. പക്ഷേ എൻ്റെ ഈ മകൻ ജനിച്ചത് മുതൽ
അതായത് കുഞ്ഞു കാലത്തായാലും കുറച്ചുകൂടെ വളർന്നിട്ടായാലും ഒരു അടി പോലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. സത്യം. ഇന്ന് ഇവൻ അടി കൊടുത്തിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല. ബാപ്പയെ കൊടുത്തിട്ടില്ല? ഇല്ല. ഒരടിയെന്ന് ഇവരോട് കൊടുക്കണം കേട്ടോ. അത് മാത്രമല്ല കൊടുക്കണി പറഞ്ഞു കിട്ടി കേട്ടോ, ഇവിടെ ഇടിയും ചവിട്ടൊക്കെ. അതുപോലെ സാർ നമ്മളെ വഴക്ക് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കും എങ്ങനെയാന്ന് അതെനിക്ക് ഞാൻ മോനോട് ചോദിക്കും. അതിൻ്റെയൊക്കെ രഹസ്യം ഒന്നും ഞാൻ ചിലപ്പോൾ മോനോട് ചോദിച്ചിട്ടുണ്ട്. നീ എങ്ങനെയാണ് നമ്മളിൽ നിന്നൊരു വഴക്കോ അല്ലെങ്കിൽ ഒരു അടിയോ ഇതൊക്കെ വാങ്ങാതെ നീ എങ്ങനെയാണ് ഇങ്ങനെ പേര് ശരിക്കും വിനയം നേടേണ്ടിരുന്നു എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ ചോദിക്കും സാറിനോട്. കാരണം അമ്മയ്ക്ക് പോലും അത്ഭുതമാണ്. അപ്പം തസ്നി ബാപ്പയുടെ അടുത്തു നിന്നും ഉമ്മച്ചിയുടെ അടുത്തു നിന്നും കിട്ടാത്ത അടികളൊക്കെ നീ കൊടുത്തോണം കേട്ടോ, കോമ്പൻസേറ്റ് ചെയ്ത് ആ നഷ്ടപരിഹാരം കൂടിയിട്ട്. പക്ഷേ ഒരു പ്രാവശ്യം ബാപ്പ വഴക്ക് പറഞ്ഞ കാര്യം എനിക്കറിയാം. എനിക്ക് ബാപ്പയുടെ അടുത്തൊരു സുഹൃത്തിനെ എനിക്കറിയാം. അതായത് ഇവൻ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയില്ല ഒരു പ്രാവശ്യം. അടുത്തുള്ള കറക്റ്റല്ലേ പ്രസൂൺ എന്ന് പറഞ്ഞായിട്ട് പിന്നെ എല്ലാ കള്ളത്തരവും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഉമ്മച്ചയ്ക്ക് പോലും അറിയില്ലായിരുന്നു. അല്ല, രാത്രി 7-7:30 മണിയായിട്ട് വന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ തിരുമലയൊക്കെ പോയി. എനിക്ക് സൈക്കിൾ ഓട്ടാനേ അറിയാവൂ. എല്ലാ ജംഗ്ഷനിൽ ചെന്ന് നോക്കിയിട്ട് അവനെ കാണുന്നില്ല. ഒടുവിൽ വീണ്ടും ഞാൻ വലിയോള ജംഗ്ഷനിൽ വന്നപ്പം അങ്ങ് താഴ്ന്ന് 2 പേര് വരുന്നു. ഒന്ന് ഇവനും മറ്റേ കൂട്ടുകാരൻ പ്രസൂണും, 2 പേരും കൂടെ. ഞാൻ ചോദിച്ചപ്പോൾ ഒരു ഫിലിം കാണാൻ പോയിരുന്നു. അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയല്ല സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് ഞാനിങ്ങനെ 11th പഠിക്കുമ്പോഴാണ്, +1 പഠിക്കുമ്പോഴാണ് പോയിട്ടുള്ളത്. അത് ഞാനിങ്ങനെ ആദ്യമായിട്ട് പോയതാണ്. ആദ്യത്തെ അവസാനത്തെയും സിനിമയായിട്ട് മാറിയത്. ഇവര് യുവതലമുറയിലെ പിള്ളേർക്കെല്ലാം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. എന്താ കാരണം വെച്ചാൽ ഇതിങ്ങാൻ വീട്ടിലുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഈ പിള്ളേരൊന്നും വെച്ച് പറപ്പിക്കില്ല. എന്താ കാരണം വെച്ചാൽ ഇവൻ ആദ്യമായിട്ടാണ് ക്ലാസ് കെട്ടിയത്, ആദ്യ അവസാനമായിട്ട്. ഈ പിള്ളേരൊക്കെ എല്ലാ ദിവസവും കട്ടി കയറുന്നത്. അപ്പം അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ഉണ്ട്, അതുകൊണ്ട് അവൻ്റെ വീട്ടിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു പറഞ്ഞ് കള്ളം പറഞ്ഞ പോയപ്പോഴത്തേക്കും അപ്പോൾ ശ്രീ പത്മനാഭ തിയേറ്ററിലായിരുന്നു ഈ സ്പോട്ട്. നമ്മുടെ പത്മനാഭ തിയേറ്ററിൽ ബാബ സിനിമയാണ് രജനീകാന്തിൻ്റെ. അപ്പോൾ അത് പിന്നെ റഹ്മാൻ സാറിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. അപ്പോൾ ഈ പാട്ട് എനിക്ക് DTS സൗണ്ടിൽ അന്നേരം ഒക്കെയാണ് തിയേറ്ററിലൊക്കെ വന്നു തുടങ്ങി ഈ ഡിജിറ്റൽ DTS സൗണ്ട് സിസ്റ്റം ഒക്കെ. അപ്പോൾ അതൊന്ന് കേൾക്കണമെന്ന് വലിയ ആഗ്രഹം. അതാണ് മനസ്സിൽ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇവനുമായിട്ട് പ്ലാൻ ചെയ്ത് നമുക്കൊന്ന് കേട്ടാലോ. ഭയങ്കര ഇടിയായിരുന്നു നെഞ്ചിൽ. അവിടെ കയറണ വരെ. പക്ഷെ അവിടെ ചെന്നപ്പോൾ സെക്കൻഡ് ഡേ ആയിരുന്നു സിനിമയുടെ ഷൂട്ട്. അപ്പം എന്നിട്ട് ഭയങ്കര ക്യൂ, എല്ലാവരും ഏറി നിന്നൊക്കെ ടിക്കറ്റ് എടുക്കണേ. അപ്പോൾ അന്ന് വാപ്പ അവിടെ ഐസ്പോർട്ട് ജംഗ്ഷനിൽ ഉണ്ടായിരുന്നു. ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ബ്രദറും ടിക്കറ്റ് എടുത്തിരുന്നു. എൻ്റെ മൂത്ത ബ്രദർ പിന്നെ ഡോക്ടറൊക്കെ ആയി, പുള്ളിക്ക് പിന്നെ ലൈസൻസ് ഒക്കെ കിട്ടി സിനിമ കാണാനൊക്കെ ഉള്ള. അപ്പം പുള്ളി നേരത്തെ റിസർവ് ചെയ്ത് വന്നേക്കണത് ആ സെയിം ഷോയ്ക്കായിരുന്നു. എനിക്ക് അവിടെ വെച്ച് അവൻ കണ്ടോ തന്നെ? എന്നെ കണ്ടു. എന്നെ തൊട്ട് പറയില്ലായിരുന്നു പുള്ളി ഇരുന്ന്. എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് പിന്നെ പിടിച്ചല്ലോ പാപ്പ. പിടിച്ചു. പക്ഷെ അടിച്ചൊന്നുമില്ലല്ലേ? അടിച്ചില്ല, കാരണം കൂടെ കൂട്ടുകാരൻ കൂടിയുണ്ട്. അതുകൊണ്ട് അടിക്കാത്തത്. അല്ലെങ്കിൽ ആ വാശിക്ക് ഉമ്മയെ വിളിച്ച് ചോദിച്ചില്ലേ മോൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു മോൻ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാപ്പ പറഞ്ഞ് അല്ല തിയേറ്ററിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ ദിവസം അത് ഞാൻ എപ്പോഴും മറന്നുപോയി. വാപ്പ മറന്നുപോയതാണ്. ഉമ്മച്ചി വാപ്പ വിളിച്ച അന്നേരം ഉച്ചയ്ക്ക്. വാപ്പ അന്നെന്തോ നമ്മളെന്തോ റിലേറ്റീവിന് എന്തോ മരണം എന്തോ സംഭവിച്ചിട്ട് വാപ്പ അവിടെ ബസ് കയറി പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ അവിടെ എയറിൽ ടിക്കറ്റ്. എനിക്കറിയില്ല, വാപ്പ അവിടെ കണ്ടിട്ടുമില്ല, ഞാൻ കണ്ടിട്ടില്ല വാപ്പ. എന്നിട്ട് വാപ്പ ഉടനെ ഉമ്മ വിളിച്ചു മകൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ അത് അവൻ ആ പയ്യന്റെ വീട്ടില് ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭക്ഷണം പായസം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വിളിച്ചതേ ഉള്ളൂ. അപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുക അവൻ തിയേറ്ററിൽ നിന്ന്. അങ്ങനെ സംഗതി ഇതായി. എന്നിട്ട് വീട്ടിൽ വന്ന് എല്ലാവരും കൂടെ ചുറ്റിലും ഇരുന്ന് അങ്ങനെ വാപ്പ ആദ്യം ചോദിച്ചു. അപ്പോഴത്തേക്ക് ഞാനാദ്യം കള്ളം പറഞ്ഞിട്ട് ഏറ്റില്ല. അവസാന നിമിഷം വരെ പൊരുതി ഇല്ല പിടിച്ചു തന്നു. അപ്പൊ അവസാനമാണ് ടിക്കറ്റ് പോയിട്ട് വന്ന് മൂത്ത ബ്രദർ എന്റെ പുറകെ ഇരുന്ന സീറ്റിന്റെ ഇന്ന കണ്ട ഞാനെടുത്ത ടിക്കറ്റ്. നീ കള്ളം പറയണ്ട, നിന്റെ മുമ്പിൽ പുറകിൽ ഞാനുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ ആ കള്ളപ്പൊള്ളി അതാണ് യഥാർത്ഥത്തിലുണ്ട്. അതോടുകൂടി പിന്നീട് കട്ടി പോയിട്ടില്ല. പിന്നെ പോയിട്ടില്ല, മതിയായി. ഇങ്ങനൊരു പാവം പിടിച്ച പയ്യനായി പോയല്ലേ അല്ലേ? ശരിയല്ലേ?
ഇത്രയും പാവം പിടിച്ച ഒരാളെ കാണുമോ നിങ്ങൾ? ഇല്ല. നജീബ് എനിക്ക് കുറച്ച് പാവത്തിന് കൂടുതലാട്ടാ. ഇനി കുറച്ച് വിധത്തിലൊക്കെ വേണം ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ. നമ്മൾ സമ്മതിക്കുകയാണ് അല്ലേ? എന്തായാലും ലാൽ ജോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ലാൽ ജോസിന് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഒരുപാട് ഗാനങ്ങൾ നൽകി. സാർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, അതായത് തുള്ളിമഞ്ഞിൽ. വരട്ടെ, ഒരു 2-3 പാട്ടുകൾ ലാൽ ജോസിന് വേണ്ടിയിട്ട്. തുള്ളിമഞ്ഞിനുള്ളിൽ പുള്ളിയുറഞ്ഞു തങ്കലിപിയുള്ളൊരു സൂര്യജാതകം നീർമണി തൻ നെഞ്ചിൽ നീറുകയാണോ ഉരുകുന്നൊരു ഉയിരിൻ കണം. അയാൾ ഞാൻ തമ്മിൽ ഔസേപ്പച്ച സാറ് സംഗീതം നൽകിയ പാട്ടാണ്. പിന്നെ മാനത്തുദിച്ചത് മണ്ണിൽ വിരിഞ്ഞല്ലോ മാണിക്യപ്പൂങ്കുയിലാളെ ഇനി പാറിപ്പറക്കണം പാട്ടൊന്നു പാടണം കൂടെ ഇരിക്കാൻ വാഹോ എത്താ കൊമ്പില്ല ഇനിയും വിട്ടാൽ വീടില്ല കിട്ടാപ്പൂവില്ല നീയും തൊട്ടാൽ പൊള്ളില്ല. ഇത് ഇമ്മാനുവൽ സിനിമയിൽ അഫ്സൽ യൂസഫ് മ്യൂസിക് ചെയ്ത പാട്ട്. പിന്നെ പുള്ളിപ്പുലിയിലും ആട്ടിൻകുട്ടി എന്ന സിനിമയിൽ സുജാ ചേച്ചിയോടൊപ്പം ഒരു പാട്ട്, വിദ്യാസാഗർ സാറിൻ്റെ ഒരു പാട്ട്. കൂട്ടിമുട്ടിയ കണ്ണു ചൊല്ലണ് കൂട്ട് നിന്റെ ചൂട് പണ്ട് തൊട്ടിണ ചുണ്ട് തേടണ് വണ്ടറിഞ്ഞ സ്വാദ്. കൂട്ടിമുട്ടിയ കണ്ണ് ചൊല്ലണ് കൂട്ട് നിന്റെ ചൂട് പണ്ട് തൊട്ടിണ ചുണ്ട് തേടണ് വണ്ടറിഞ്ഞ സ്വാദ്. ഇത് ആ പാട്ട്. അടുത്തത് വിക്രമാദിത്യൻ എന്ന സിനിമയിലെ ബിജിബാലേട്ടൻ്റെ സൂപ്പർ സോങ് പാടിയിട്ടുണ്ട്. മഴനില കുളിരുമായി വേനൽ തൂവൽ വീശും മൊഴിയിലും മധുരമായി മൗനം കഥ പറയും പൂങ്കാറ്റി വഴിയെ വരാതെ കാറ്റിൻ കുളിരറിയും ഏതോ സുഖമേ നെഞ്ചിൽ നിറയും മഴനില കുളിരുമായി. പിന്നെ എല്ലാത്തിനുപരി ആ പാട്ട് തൊട്ട് 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 നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിയിടാമോ നിന്നെ. ഇതിലെ പെണ്ണ് കാണാൻ പോയപ്പോ പാടിക്കൊടുത്ത് അല്ലേ? എൻഗേജ്മെന്റ് അല്ലേ? എൻഗേജ്മെന്റ് പെണ്ണ് കാണാൻ പോയപ്പോഴല്ലേ? തൊട്ടോ തൊടാൻ സമ്മതിച്ചു? പരിപാടിക്കൊന്നും ഞാൻ പോയില്ല. ദൂരെയാ? അടുത്തതില്ലേ? ഇത്രയും ദൂരം ഇത്ര അത്രയും ഉണ്ടായിരുന്നു. ഓക്കെ. എന്നിട്ട് നടുക്കുമല്ലോ മറ്റേ മധുരമല്ലോ കെട്ടിരുന്നോ? ഇല്ല, ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ നിക്കുവായിരുന്നു. അല്ല, ഞാൻ നിക്കുവായിരുന്നു. മൂപ്പറ് കിടക്കുമായിരുന്നോ? അവിടെ ഇരിക്കുവായിരുന്നു. മൂപ്പർ ഇരുന്നു, നീ നിന്നു. എന്താ നീ കുറച്ച് ഇരുന്നു? ഞാൻ പറഞ്ഞിരിക്കാൻ പറഞ്ഞിരുന്നോളൂ. വിനയമുണ്ടല്ലേ? വിനയം ഇത്തിരി കൂടുതലാണ് എന്നെ കട്ടി. വിനയത്തിന് വളരെ മത്സരം ഉണ്ടോ നിങ്ങളെ തമ്മിൽ?